എന്തായാലും ഇന്ത്യൻ EV മാർക്കറ്റിൽ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പം മഹീന്ദ്ര. പക്ഷെ മഹീന്ദ്ര സെറ്റ് ചെയ്യുമ്പോഴും ഇലോൺ മസ്കിന്റെ ടെസ്ല ആയിട്ടൊരു നല്ല കോമ്പറ്റീഷൻ ഉടൻ തന്നെ വരാനിരിക്കുകയാണ്. കാരണം ഈവൻ എനിക്ക് തോന്നുന്നു ടെസ്ല ഇന്ത്യയിൽ വരുന്നു എന്ന് പറഞ്ഞ് ന്യൂസുകൾ വന്നിട്ട് കുറേ നാളായി. മേ ബി ഇന്ത്യൻ കോമ്പറ്റീറ്റേഴ്സിന് ഒരു ടൈം ഷെഡ്യൂൾ കൊടുക്കുന്നതാണോ പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട്. കാരണം ടെസ്ലയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടെസ്ല അങ്ങോട്ട് ലീഡ് ചെയ്യാം, മാർക്കറ്റ് ലീഡറാണ്. പിന്നെ BYD ഓൾറെഡി ഇന്ത്യയിലുണ്ട്. ഗ്ലോബലി നോക്കുമ്പോഴത്തേക്ക് BYDയും ടെസ്ലയാണ് ഒരു നെക്ക് ആൻഡ് നെക്ക് കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹ്യുണ്ടായിയുടെ അയോണിക് 5 റിവ്യൂ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് അതിന്റെ കോസ്റ്റ് ഏതാണ്ട് 50 lakhs ആണ് പ്രൈസ്. അതെനിക്ക് അത്രത്തോളം ഒരു ചലനം ഇന്ത്യൻ മാർക്കറ്റിൽ സൃഷ്ടിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം വണ്ടി ലൈറ്റ് വെയിറ്റ് ആയിരുന്നു. അപ്പോൾ അതിന്റെ ഒരു സ്ട്രെങ്ത്തും ഒക്കെ കുറച്ചൊരു ഫ്ലിംസി ആയിട്ട് എനിക്ക് തോന്നി. എങ്കിലും നല്ല കംഫർട്ടബിൾ ഡ്രൈവ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു, വളരെ ലൈറ്റ് വെയിറ്റ് വണ്ടി പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അതിനെയും കൂടെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഒരു കാർ വന്നത്. ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രൈസും കൂടെ ഏതാണ്ട് 20 something സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് അൺബിലീവബിൾ. അവിടെ ശരിക്കും മഹീന്ദ്ര ഹിറ്റ് ദ ബുൾസൈ എന്ന് വേണമെങ്കിൽ പറയാം.